നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനായി മണ്ഡലത്തിൽ പ്രചാരണം ശക്തമാക്കി UDF. മുന്നണി പഞ്ചായത്ത് കൺവെൻഷനുകൾ ഇന്ന് ആരംഭിക്കും. അതേസമയം PV അൻവറിനെ അസോസിയേറ്റഡ് മെമ്പറാക്കാനും സാധ്യത. LDFന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വെള്ളിയാഴ്ചയാണ്. തെരഞ്ഞെടുപ്പിനായി സജ്ജമെന്ന് BDJS. വിവരങ്ങളുമായി കാളിദാസൻ ചേരുന്നുണ്ട്. കാളിദാസൻ, ഉപതെരഞ്ഞെടുപ്പ് അടുത്തതോടെ നിലമ്പൂരിലെ രാഷ്ട്രീയ സാഹചര്യം കൂടുതൽ സങ്കീർണമാവുകയാണ്. ഇനി മറ്റ് സ്ഥാനാർത്ഥികളെയെല്ലാം തന്നെ അറിയേണ്ടതുണ്ട്. ഒപ്പം തന്നെ അൻവർ കടുത്ത നടപടികളിൽ നിന്ന് പിൻവാങ്ങുമോ എന്നെല്ലാം അറിയേണ്ടതുണ്ട്. 9 മണിക്ക് നടക്കുന്ന വാർത്താ സമ്മേളനം കൂടുതൽ നിർണായകമാവില്ലേ? തീർച്ചയായും വൃന്ദ, അതിനിർണായകമായിട്ടുള്ളൊരു വാർത്താ സമ്മേളനമായിരിക്കും PV അൻവറിന്റെ 9 മണിക്ക് പ്രഖ്യാപിച്ചിരിക്കുന്ന ആ ഒരു വാർത്താ സമ്മേളനം എന്ന് പറയുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസത്തെ സംബന്ധിച്ച് തൻ്റെ കടുത്ത നിലപാടുകളിൽ സ്വല്പം അയവ് വരുത്തിയിട്ടുണ്ട് PV അൻവർ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. മത്സരിക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഉടൻ തന്നെ ഘടകകക്ഷി ആക്കിയില്ലെങ്കിൽ താൻ മത്സരിക്കുമെന്നുള്ള ഒരു കടുത്ത നിലപാടിൽ തന്നെയായിരുന്നു PV അൻവർ, അല്ലെങ്കിൽ ഒരു ഭീഷണി സ്വരം തന്നെയായിരുന്നു ഒരു തരത്തിൽ പറഞ്ഞാൽ. എന്നാൽ ആ നിലപാടുകൾക്കൊക്കെ സ്വല്പം അയവ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. മുസ്ലിം ലീഗ് നേതാക്കളുമായി കൃത്യമായി കൂടിക്കാഴ്ചകളൊക്കെ നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രിയിലും UDFുമായും അതോടൊപ്പം തന്നെ കോൺഗ്രസ് നേതാക്കളുമായും മുസ്ലിം ലീഗ് നേതാക്കളുമായും ഒക്കെ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് PV അൻവർ. പ്രധാനമായും മുസ്ലിം ലീഗാണ് ഈ കോൺഗ്രസിനും PV അൻവറിനും ഇടയ്ക്ക് നിൽക്കുന്നത്, അല്ലെങ്കിൽ മധ്യസ്ഥതയ്ക്കായി സംസാരിക്കുന്നത് മുസ്ലിം ലീഗ് ആണ് എന്നുള്ളതാണ്. മുസ്ലിം ലീഗിന്റെ മുതിർന്ന നേതാക്കളടക്കം കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കളുമായൊക്കെ PV അൻവർ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. ഇതിൽ ചില ധാരണകളും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന ചില സൂചനകൾ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഏതെങ്കിലും ഒരു സീറ്റ് നൽകിക്കൊണ്ട്, മുസ്ലിം ലീഗിൻ്റെതായിട്ടുള്ള ഏതെങ്കിലും ഒരു സീറ്റ് നൽകിക്കൊണ്ട് ഈ PV അൻവറിനെ അയവ് വരുത്താൻ, അല്ലെങ്കിൽ PV അൻവറിനെ തങ്ങളുടെ ഒപ്പമാക്കാനുള്ളൊരു നീക്കത്തിലേക്കാണ് മുസ്ലിം ലീഗ് കടക്കുന്നത് എന്നുള്ള ചില സൂചനകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. എന്തായാലും 9 മണിക്ക് ഏറെക്കുറെ ഇതിനെ സംബന്ധിച്ചുള്ള ഒരു ചിത്രം വ്യക്തമാകും. അതേസമയം ഇന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപനം, അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസ് മത്സരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് നടക്കാനിരിക്കുന്ന 9 മണിയുടെ വാർത്താ സമ്മേളനത്തിൽ അതിനെ സംബന്ധിച്ചൊരു പ്രഖ്യാപനം ഉണ്ടാകില്ല എന്നുള്ളതാണ് ഏറെക്കുറെ ഉള്ള ഒരു അനുമാനം എന്ന് പറയുന്നത്. കാരണം നാളെയോടെയായിരിക്കും തൃണമൂൽ കോൺഗ്രസുമായി കൂടുതൽ സംസാരിച്ച് ഒരു തീരുമാനത്തിലേക്ക് എത്തുക. അത്തരത്തിൽ തൃണമൂൽ കോൺഗ്രസ് മത്സരിക്കുന്നുണ്ടെങ്കിൽ നാളെയോടെയായിരിക്കും അത്തരത്തിലൊരു തീരുമാനം ഉണ്ടാവുക. അതോടൊപ്പം തന്നെ നേരത്തെ തന്നെ ഒരു ധാരണയായിരുന്നു, അല്ലെങ്കിൽ മാസങ്ങൾക്ക് മുമ്പേ തന്നെ ഈ PV അൻവർ രാജിവെച്ചതിന് ശേഷം UDFിലേക്ക് പ്രവേശിക്കുന്നു എന്നുള്ള തരത്തിൽ വാർത്തകൾ ഒരുങ്ങിത്തുടങ്ങി. ആ സമയത്ത് തന്നെ ഏറെക്കുറെ വ്യക്തമായിരുന്നു. അല്ലെങ്കിൽ അതിനുശേഷം പിന്നീട് UDFുമായി കൃത്യമായ ചർച്ചകൾ നടത്തിയപ്പോഴൊക്കെ ആദ്യഘട്ടത്തിൽ PV അൻവറും അറിയിച്ചിരുന്നത് ഒരു ഘടകകക്ഷിയല്ല, തന്നെ പുറത്തു നിന്ന് UDFിനെ പിന്തുണയ്ക്കുന്ന തരത്തിൽ തങ്ങൾ നിലകൊള്ളാം, തൃണമൂൽ കോൺഗ്രസ് നിലകൊള്ളാം എന്നുള്ളൊരു നിലപാടിലായിരുന്നു അന്ന് PV അൻവർ പറഞ്ഞത്. അതായത് UDFിനെ RMP പിന്തുണയ്ക്കുന്നത് പോലെ പുറത്തു നിന്നൊരു പിന്തുണ നൽകാം, അത്തരത്തിലൊരു അസോസിയേറ്റഡ് മെമ്പറാക്കി നിലനിർത്താം എന്നുള്ളതായിരുന്നു ആദ്യഘട്ടത്തിൽ. എന്നാൽ പിന്നീട് അതിനെ സംബന്ധിച്ചും UDFിന്റെ ഭാഗത്തു നിന്നോ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നോ കൃത്യമായ പ്രഖ്യാപനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇപ്പോഴും ഇതിനെ സംബന്ധിച്ച്, ഈ ഒരു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് ഉടനെ തന്നെ അക്കാര്യത്തിലും ഒരു തീരുമാനം വേണമെന്നുള്ളതാണ് PV അൻവറിൻ്റെയും തൃണമൂൽ കോൺഗ്രസിൻ്റെയും നിലപാട് എന്ന് പറയുന്നത്. ഇതിൽ ഏറെക്കുറെ PV അൻവറിന് തിരിച്ചടി നേരിട്ടത്, അല്ലെങ്കിൽ ഈ ഒരു തീരുമാനത്തിൽ ഇത്രയും കാലതാമസം എടുക്കാൻ കാരണം എന്ന് പറയുന്നത് KPCC അധ്യക്ഷന്റെ സ്ഥാനമാറ്റം തന്നെയാണ്. കാരണം കഴിഞ്ഞ ദിവസത്തെ സുധാകരന്റെ പ്രസ്താവനയിൽ നിന്നും തന്നെ, സുധാകരന്റെ പ്രതികരണത്തിൽ നിന്നും തന്നെ വ്യക്തമാണ് PV അൻവർ എത്രത്തോളം പ്രാധാന്യം സുധാകരൻ നൽകുന്നുണ്ട് എന്നുള്ളത്. അതായത് സുധാകരൻ KPCC അധ്യക്ഷനായിരുന്നുവെങ്കിൽ ഈ ഒരു ഘടകകക്ഷിയാക്കുന്ന ഈ തീരുമാനമൊക്കെ വളരെ നേരത്തെ ഉണ്ടായേനെ എന്നുള്ളതാണ് സുധാകരന്റെ പ്രതികരണത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തായാലും ഇപ്പോൾ VD സതീശന്റെ നേതൃത്വത്തിൽ കൃത്യമായ ഒരു സൂചനകളും കൃത്യമായ നിലപാടുകളൊക്കെ കോൺഗ്രസ് സ്വീകരിച്ചിട്ടുണ്ട്. ആ ഒരു നീക്കത്തിലാണ് ഇപ്പോൾ കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. അതായത് PV അൻവറിനെ തങ്ങൾക്ക് ആവശ്യമുണ്ട്, എന്നാൽ ഇപ്പോൾ PV അൻവർ നിർദ്ദേശിച്ചിട്ടുള്ള ആ നിർദ്ദേശങ്ങളൊന്നും സ്വീകരിക്കേണ്ട, എന്നാൽ അത്രത്തോളം PV അൻവറിന് വഴങ്ങണ്ട എന്നുള്ളൊരു നിലപാടിലാണ് VD സതീശന്റെ നേതൃത്വത്തിലുള്ള ആ ഒരു കോൺഗ്രസ് നേതൃത്വം ഉള്ളത്, അല്ലെങ്കിൽ KPCC അധ്യക്ഷനും VD സതീശനും കൂടി തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് എടുത്തു പറയാൻ സാധിക്കും. എന്തായാലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച്
UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് പ്രചരണത്തിൽ സജീവമായി തുടങ്ങി. ഇപ്പോൾ മണ്ഡലത്തിൽ തന്നെ ഉണ്ട്. അതോടൊപ്പം തന്നെ മുതിർന്ന നേതാക്കളെ ആര്യാടൻ ഷൗക്കത്ത് കണ്ടു എന്നുള്ള വിവരങ്ങൾ കൂടി ലഭിക്കുന്നുണ്ട്. അവരെല്ലാം കണ്ട് ആശീർവാദം വാങ്ങിയിരിക്കുന്നു ആര്യാടൻ ഷൗക്കത്ത് എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത്. ഇനിയും കൂടുതൽ പ്രചരണ പരിപാടികളിലേക്കൊക്കെ കടന്നേക്കും. ഇന്ന് മണ്ഡലം UDF കൺവെൻഷൻ, പഞ്ചായത്ത് കൺവെൻഷനുകൾ UDFൻ്റേത് ആരംഭിക്കുകയാണ് നിലമ്പൂരിൽ. ഒപ്പം തന്നെ നമ്മൾ മറ്റ് മുന്നണികളെക്കുറിച്ചും മറ്റ് മുന്നണികളുടെ സ്ഥാനാർത്ഥിയെക്കുറിച്ചും കൂടി പറയുകയാണ്. CPIM-ന് ഇനിയും സ്ഥാനാർത്ഥിയായിട്ടില്ല. അവരുടെ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം, LDF-ന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വെള്ളിയാഴ്ചയോടുകൂടി ഉണ്ടാകുമെന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം നിലമ്പൂരിൽ മണ്ഡലം കമ്മിറ്റി യോഗം ചേർന്നിരുന്നു. എന്നാൽ അതിൽ കാര്യമായ ഒരു തീരുമാനമൊന്നും ഉണ്ടായിട്ടില്ല. എന്തായാലും ചില സൂചനകൾ തന്നെയാണ് ലഭിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം അനുമാനിച്ച പോലെ ഏറ്റവും ആദ്യം LDF സ്വതന്ത്രനെ മത്സരിപ്പിക്കുക എന്നുള്ളതായിരിക്കും അവരുടെ ഒരു പ്രഥമമായ ഒരു ഉത്തരവാദിത്തം. അല്ലെങ്കിൽ പ്രഥമമായും അവർ കണക്ക് കൂട്ടുന്നത് ഒരു സ്വതന്ത്രനെ മത്സരിപ്പിച്ചാൽ വിജയം സുനിശ്ചിതമാണ് എന്നുള്ളതാണ്. അഥവാ സ്വതന്ത്രനല്ലെങ്കിൽ കൂടുതൽ മുൻതൂക്കമുള്ളത് പാർട്ടിയിൽ തന്നെയുള്ള M സ്വരാജിന് തന്നെയായിരിക്കും. ഇനി അഥവാ സ്വതന്ത്രനാണെങ്കിൽ അത്തരത്തിൽ ആ ഒരു പട്ടികയിൽ സാധ്യതയുള്ളത് പ്രൊഫസർ M തോമസ് മാത്യുവിനാണ്. അദ്ദേഹം 2011 LDF സ്വതന്ത്രനായി മത്സരിച്ചതാണ്. അതുകൊണ്ട് തന്നെ മുൻതൂക്കം പ്രൊഫസർ M തോമസ് മാത്യുവിനുണ്ട്. ഒപ്പം തന്നെ മറ്റ് പേരുകളും കൂടി ഈ M സ്വരാജിനൊപ്പം തന്നെ ഉയർന്നു വരുന്നുണ്ട്. ഇപ്പോൾ പാർട്ടി ചിഹ്നത്തിൽ തന്നെ മത്സരിക്കാനാണ് തീരുമാനമെങ്കിൽ M സ്വരാജിന് തന്നെയാണ് മുൻതൂക്കം. അതോടൊപ്പം തന്നെ അഡ്വക്കേറ്റ് ഷെറോണ റോയിയുടെ പേരും ഉയർന്നു വരുന്നുണ്ട്. അതേപോലെ മറ്റ് ചില പേരുകളും കൂടി ഈ ഒരു സാഹചര്യത്തിലൊക്കെ ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലാണ് LDF സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ നമുക്ക് ലഭിച്ചത്. ഇനി നമ്മൾ NDA മുന്നണിയിലേക്ക് പോകുമ്പോൾ NDA കഴിഞ്ഞ ദിവസം തീരുമാനിച്ചത് BDJS നിലമ്പൂരിൽ മത്സരിക്കട്ടെ എന്നുള്ളതായിരുന്നു. കഴിഞ്ഞ ദിവസം നിലമ്പൂരിലെ പ്രവർത്തകരും BDJS പ്രവർത്തകരടക്കം പറഞ്ഞത് തങ്ങൾ തെരഞ്ഞെടുപ്പിന് സജ്ജമാണ്. മുകളിൽ നിന്നും കൃത്യമായൊരു നിർദ്ദേശം കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നേതാക്കളുടെ ഭാഗത്തു നിന്നും കൃത്യമായൊരു നിർദ്ദേശം കിട്ടിക്കഴിഞ്ഞ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനമായി കഴിഞ്ഞാൽ തങ്ങൾ പൂർണ്ണമായും ഈ തെരഞ്ഞെടുപ്പിനായി തങ്ങൾ പൂർണ്ണമായും സജ്ജമായി കഴിഞ്ഞു. ഉടൻ തന്നെ പ്രചരണ പരിപാടികളടക്കം ആരംഭിക്കുമെന്നുള്ളതാണ്. എന്നാൽ ഇതിൽ പുതിയ ചില നീക്കങ്ങൾ സംഭവിച്ചിരിക്കുന്നു. കാരണം ഇപ്പോൾ ലഭിക്കുന്ന ചില പുതിയ വിവരങ്ങൾ അനുസരിച്ച് MT രമേശ്, BJP നേതാവ് MT രമേശ്, ഇതേപോലെ ഒരു സ്വതന്ത്രനെ തേടി തന്നെ സ്വതന്ത്രനെ തന്നെ മത്സരിപ്പിക്കാനാണ് BJP നീക്കം എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതായത് പുതിയ ചില പേരുകളൊക്കെ BJPയുടെ ഭാഗത്തു നിന്നും ഉയർന്നു കേൾക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്. ഇനിയും BJP തന്നെ ആയിരിക്കുമോ, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം BJP ഈ ഒരു മത്സര രംഗത്തു നിന്നും പിന്മാറുന്ന ഒരു സാഹചര്യമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് BDJS-ഉം ആ ഒരു സ്ഥാനത്തേക്ക് വന്നത്. നമുക്കറിയാം ഇതിന് മുൻപത്തെ തവണ 2021 BJP ആണ് മത്സരിച്ചതെങ്കിൽ 2016 അത് BDJS ആയിരുന്നു. അന്ന് BDJS-ന് വലിയ രീതിയിൽ വോട്ട് ഉയർത്താൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ ലഭിക്കുന്ന ചില പുതിയ വിവരങ്ങൾ അനുസരിച്ച് BJP നേതാവ് MT രമേശ് അഡ്വക്കേറ്റ് ബീന ജോസഫ്, DCC ജനറൽ സെക്രട്ടറിയാണ്, അഡ്വക്കേറ്റ് ബീന ജോസഫിനെ പോയി സന്ദർശിച്ചു എന്നുള്ളതാണ്. എന്തിനുള്ള നീക്കമാണ് എന്നുള്ളത് ഇനിയും വ്യക്തമായിട്ടില്ല. അഡ്വക്കേറ്റ് ബീന ജോസഫിനെ സംബന്ധിച്ച് ഈ നിലമ്പൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിത്വത്തിനായി പരിശ്രമിച്ചിരുന്ന ഒരാൾ കൂടിയാണ് അഡ്വക്കേറ്റ് ബീന ജോസഫ്. ഒപ്പം തന്നെ നിലമ്പൂർ സ്വദേശി കൂടിയാണ് ബീന ജോസഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ മറ്റൊരു തരത്തിലൊരു രാഷ്ട്രീയ നീക്കമാണോ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു സ്വതന്ത്രനെ തന്നെ നിർത്താനുള്ള ഒരു നീക്കത്തിലാണോ BJP എന്നുള്ളതൊക്കെയാണ് നമുക്ക് കൃത്യമായും അറിയാനുള്ളത്. ഇപ്പോൾ നിലവിലെ ഒരു സാഹചര്യത്തിൽ BDJS-ലെ മുതിർന്ന നേതാക്കൾ വലിയ രീതിയിൽ ഈ ഒരു നിലമ്പൂരിൽ മത്സരിക്കാൻ താല്പര്യം കാണിക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് അണികളുടെ ഭാഗത്തു നിന്നും തങ്ങൾ തെരഞ്ഞെടുപ്പിന് സജ്ജമാണെന്ന് പറയുമ്പോഴും BDJS-ന്റെ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും വലിയ താല്പര്യമില്ലായ്മയുണ്ട്. അതുകൊണ്ട് തന്നെ BJP-യും ഇത്തരത്തിലുള്ള ചില നീക്കങ്ങളും നടത്തുന്നുണ്ട്. ഈ നീക്കങ്ങളൊക്കെ തന്നെയാവാം BDJS-ന് ഒരു താല്പര്യമില്ലായ്മ ഉണ്ടാകാൻ കാരണമെന്നും നമുക്ക് വേണമെങ്കിൽ പറഞ്ഞു വെക്കാം. എന്തായാലും ഈ NDA മുന്നണിയുടെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചും ചില വ്യക്തതകൾ ഇനിയും ലഭിക്കാനുണ്ട്. MT രമേശിന്റെ നീക്കം എങ്ങനെയാണോ, അല്ലെങ്കിൽ BJP-യുടെ നീക്കം എങ്ങനെയാണോ, അത്തരത്തിൽ തന്നെ ആയിരിക്കും വരാനിരിക്കുന്ന അല്ലെങ്കിൽ പ്രഖ്യാപിക്കാനിരിക്കുന്ന സ്ഥാനാർത്ഥിയുടെ പേരുമെന്ന് പറയുന്നത്. മാത്രമല്ല ഇനി PV അൻവർ മത്സരിക്കുമോ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. PV അൻവറിനെ സംബന്ധിച്ചും ഒരു ചെറിയ വ്യക്തത, അല്ലെങ്കിൽ സ്ഥാനാർത്ഥി ആരെന്ന് അറിയാൻ സാധിച്ചില്ലെങ്കിലും, തങ്ങൾ സ്ഥാനാർത്ഥിയെ നിർത്തുന്നുണ്ടോ എന്ന് അറിയാൻ സാധിച്ചില്ലെങ്കിലും, കൃത്യമായി മത്സരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു വ്യക്തതയെങ്കിലും 9 മണിയുടെ വാർത്താ സമ്മേളനത്തിൽ ലഭിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ അറിയാൻ സാധിക്കുന്നത്. വൃന്ദ. ശരി, പ്രസാദ് കാളിദാസാണ് വിവരങ്ങൾ പങ്കുവച്ചത്.